ഇത് മലയാളികൾക്കും കേരളത്തോടും എതിരെയുള്ള സംഘപരിവാറിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. കേരളത്തെ ഒറ്റപ്പെടുന്നതിനും കേരളത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങൾ പടച്ചുണ്ടാക്കുന്ന വിശാലമായ പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പ്രൊപ്പഗാൻഡ സിനിമ. ഒരു വശത്ത് നമ്മുടെ കേരളത്തെ സാമ്പത്തികമായി ഞെക്കിഞ്ഞെരുക്കുക, നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ വിഹിതം പോലും, സാമ്പത്തിക വിഹിതങ്ങൾ പോലും നൽകാതിരിക്കുക, മലയാളികൾക്കും കേരളത്തിനും ആവശ്യമായ ലഭിക്കേണ്ട കേന്ദ്ര പദ്ധതികൾ നൽകാതിരിക്കുക. ഞാൻ ഓരോന്നായി എടുത്ത് പറയുന്നില്ല. ബഡ്ജറ്റിൽ പോലും കേരളം എന്ന പേരിനെ പൂർണ്ണമായി ബഹിഷ്കരിക്കുക. ഇതൊരു വശത്ത്, സാമ്പത്തികമായ ഉപരോധം ഒരു വശത്ത്. അതേസമയം തന്നെ മറുവശത്ത് കേരളത്തെക്കുറിച്ച്, മലയാളികളെക്കുറിച്ച്, മലയാളികളുടെ മഹത്തരമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ഒക്കെ ലോകത്തെമ്പാടും അവമതിപ്പ് സൃഷ്ടിക്കുക എന്നതിന് ഇത്തരം പ്രൊപ്പഗാൻഡ സംഘടിപ്പിക്കുക. ഇതിന് സിനിമ എന്നൊന്നും പറയാൻ കഴിയില്ല. സിനിമ ഒരു കലാരൂപം, ആവിഷ്കാരം എന്ന കാറ്റഗറിയിലൊന്നും വരുന്ന ഒരു ഏരിയ അല്ലേ ഇത്. ഈ കാര്യങ്ങൾ സിനിമ എന്ന മാധ്യമത്തെ ഉപയോഗപ്പെടുത്തി, സെല്ലുലോയിഡിനെ ഉപയോഗപ്പെടുത്തി ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കുകയാണ്, നുണകൾ ഉണ്ടാക്കുകയാണ്. അത് വിദ്വേഷം ജനിപ്പിക്കുന്നതിനാണ്, കേരളത്തിൽ സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിനാണ്, ഇസ്ലാമോഫോബിയ ശക്തിപ്പെടുത്തുന്നതിനാണ്, വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തെ കലാപഭൂമിയാക്കുക എന്ന ലക്ഷ്യമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. രണ്ടാമതൊരു ലക്ഷ്യം, ഈ കേരളത്തെക്കുറിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ളൊരു ഗുഡ് വില്ലുണ്ട്. അത് ഏത് ഡേറ്റ എങ്ങനെ അനാലിസിസ് ചെയ്താലും കേരളം സാമൂഹിക പുരോഗതിയിൽ രാജ്യത്തിന് മാതൃകയാണ്, ഒന്നാമതാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഈ ചെറിയ ഭൂപ്രദേശത്തിന് വലിയ ഒരു ഔന്നത്യമുണ്ട്, കരുത്തുണ്ട്, ഗുഡ് വില്ലുണ്ട്. ആ ഗുഡ് വില്ലിനെ തകർക്കുക, ലോകത്തെമ്പാടും മലയാളികൾക്കുള്ള ഗുഡ് വില്ലിനെ തകർക്കുക. അതിന് ഇങ്ങനെ ഒരു ഭൂപ്രദേശമുണ്ടെന്നും ഇവിടെ ഇത്തരത്തിൽ അപരിഷ്കൃതരും അതോടൊപ്പം തന്നെ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കുറെ അപരിഷ്കൃതരായ മനുഷ്യരുടെ ഇടമാണ് കേരളം എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഇപ്പൊ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയ തീരുമാനത്തെയും കേരളത്തിന്റെ ഗുഡ്വില്ലിനെ, മലയാളികളുടെ ഗുഡ്വില്ലിനെ തകർക്കുന്ന, മലയാളികൾക്കെതിരെ കലാപാഹ്വാനം നടത്തുന്ന, മലയാളികളെ എഴുത്തി കാണിക്കാൻ ശ്രമിക്കുന്ന ഈ പ്രൊപ്പഗാൻഡ ഫിലിമും ഒരേപോലെ ഒരേ പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് ഡിവൈഎഫ്ഐ കാണുന്നത്. ശക്തമായ പ്രതിഷേധം ഇത് സംബന്ധിച്ച് ഉയർന്നു വരും. ജനങ്ങളോടാകെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, മലയാളി ആസ് എ ഹോൾ, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കായി, മലയാളികളുടെ അഭിമാനത്തിനായി ഒരുമിച്ചൊന്നായി നിൽക്കണം എന്ന അഭ്യർത്ഥനയാണ് ഡിവൈഎഫ്ഐ ലോകമാകെയുള്ള മലയാളികളോട് മുന്നോട്ട് വയ്ക്കുന്നത്.